ലല്ലുവിനെ ബൂട്ട് ഇടണം എന്ന് പറഞ്ഞ് വന്നാണ് കേട്ടോ. ലല്ലുവിൻ്റെ ബൂട്ടല്ലത്. വേറെ ബൂട്ട് കുട്ടിയെ താട്ടൻ്റെ ബൂട്ടാണ് കേട്ടോ. അതിൻ്റെ ബൂട്ടാണിത്. അപ്പോൾ അതിക്ക് പുതിയത് വാങ്ങിയപ്പോൾ ഇത് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ലല്ലുവിന് നമ്മൾ പുതിയ ബൂട്ട് വാങ്ങണ്ട്. ആരാ വാങ്ങണത്? ആ അതിൽ താട്ടിൻ്റെ പുതിയ ബൂട്ടാണ് മിഥുൻ്റെ. മിഥുൻ്റെ ഇവിടെ ഉണ്ട്, ആദിൻ്റെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളല്ലട്ടോ വാങ്ങണത്. ആരാ വാങ്ങണത്? ലല്ലുവിൻ്റെ വല്യമ്മ വാങ്ങുന്നുണ്ട്. ഇപ്പം എൻ്റെ ചേച്ചിയാണ് വാങ്ങിക്കൊടുക്കുന്നത്. അടുത്ത ഈ മാസം ഞാൻ വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ കളിക്കാൻ. ലല്ലുവിനോട് സോക്സ് ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. സോക്സ് ഒന്നും വേണ്ട. ഇപ്പൊ കളി അവിടെ സോക്സ് ഒക്കെ സോക്സ് ഒന്നും കാണല്ല. എന്നാ ഈ വിദ്യ ഇടണോ അപ്പൊ സോക്സ്? ലല്ലുവിനോട് എന്ന് സ്കൂൾക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്ന് സ്കൂൾക്ക് പോയെങ്കിലേ ബൂട്ട് വാങ്ങി തരുള്ളൂ എന്ന് വല്യമ്മ പറഞ്ഞു അല്ലേ. ഓ അപ്പൊ സോക്സ് എങ്ങനെ ഇടാ? സമയാണ് പോണതൊക്കെ ഇല്ലല്ലോ. സമയം പോകും. കളിച്ച് മുറിയായി വരരുതേ. ഈ മുറി എന്തായി? മാറിയോ? പിന്നല്ലാതെ. അപ്പൊ ഇന്നലെ ലല്ലുവിന് പന്ത് തട്ടിയിട്ട് ചെറിയൊരു മുറിയായിട്ട് ഇവിടെ മുറിയൊക്കെ കളിച്ചിട്ടിപ്പോ ഇവിടുന്ന് തോലിങ്ങോട്ട് പൊളിഞ്ഞ് പോന്നേന്ന്. നല്ല കരച്ചിലായിരുന്നു രാത്രി ഇട്ടോന്. അപ്പോൾ ഇന്നും കാലം മുറിയാവുന്ന കരുതിയിട്ടാണ് ഇപ്പോൾ ഈ സോക്സ് ഇടാനും ബൂട്ട് ഇടാനൊക്കെ പറഞ്ഞു വരുന്നത് അല്ലേ. എക്കിട്ടാ എടുക്കണം. കുറച്ചുകൂടി വെള്ളം കുടിക്കണം കേട്ടോ. എന്താ വേണ്ട? വെള്ളം കുടിച്ചാലേ മാറുള്ളൂ. വെള്ളം കുടിച്ചാലേ മാറുള്ളൂ കേട്ടോ. പണ്ട് കളിച്ച് വീണ് പോരല്ലേ ഇതോ. വലിക്ക് ലല്ലുവിന് പാകത്ത് ബൂട്ടായിട്ടില്ലല്ലേ. അതിന്റെ സൈക്കിൾ അയച്ചിക്കണേ, ശരിയാക്കില്ല. നോക്കി അപ്പൊ നാളെ ശരിയാക്കാം. ലല്ലുവിന്റെ സൈക്കിളും കൊടുക്കണം ശരിയാക്കാൻ അല്ലേ കുട്ടിയെ. ആദ്യക്ക് എന്താ വാങ്ങണം അതൊക്കെ വഴി വാങ്ങണം കേട്ടോ. ലല്ലുവിനും വേണം അല്ലേ. ആദ്യം വാങ്ങിയാലും എടുത്തേക്കും. ലല്ലു വാങ്ങിയാലും കളിക്കൂല്ലേ. പന്തൊക്കെ കളിച്ചും സൈക്കിളുമ്മ പോവും ഒക്കെ ചെയ്യൂല്ലേ കുട്ടിയെ.